നമസ്കാരം. അജയ്സ് പ്രസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വെൽക്കം ടു അജയ്സ് പ്രസ്. ഹിയർ വാട്ട് വി ഡു ഈസ് എക്സ്പ്രസ്. ഇന്ന് 2024 ഡിസംബർ 31. പ്രിയമുള്ളവരെ, അങ്ങനെ ഒരു വർഷം കൂടി ഇന്ന് നമ്മളോട് വിട പറയുകയാണ്. ആയുസ്സിൻ്റെ പുസ്തകത്തിൽ നിന്നും ഒരു താള് കൂടി മറിയുന്നു. പോയ വർഷത്തിൻ്റെ ഒരു കണക്കെടുപ്പ് നടത്തുമ്പോൾ ഓരോ മേഖല തിരിച്ചും നമ്മൾ പരിശോധിക്കേണ്ടതുണ്ട്. അതിന് നമുക്ക് കുറേ അധികം സമയം ആവശ്യവുമുണ്ട്. അതുകൊണ്ട് തന്നെ അങ്ങനെ ഒരു ഉദ്യമത്തിന് ഞാൻ ഇന്ന് മുതിരുന്നില്ല. എന്നാൽ കടന്നു പോകുന്ന ഈ വർഷം 2024 മലയാള സിനിമയെ സംബന്ധിച്ചിടത്തോളം നേട്ടങ്ങളുടെ ഒരു വർഷം തന്നെയാണ്. ബോക്സ് ഓഫീസിൻ്റെ മണികിലുക്കത്തിനൊപ്പം പിടിച്ചു നിന്ന സിനിമകളും കലാമൂല്യവും ആസ്വാദനക്ഷമതയും കൊണ്ട് പ്രേക്ഷക നിരൂപക ശ്രദ്ധ പിടിച്ചു പറ്റിയ ചിത്രങ്ങളും ഇതിനോടൊപ്പം ബോക്സ് ഓഫീസിൽ തകർന്നടിഞ്ഞ ഒട്ടേറെ സിനിമകളും ഈ പോയ വർഷം ഉണ്ടായിട്ടുണ്ട്. ഇന്ന് നമ്മൾ 2024 മലയാളത്തിലിറങ്ങിയ IMDb റേറ്റിംഗിൽ ഏറ്റവും മുന്നിൽ വന്നിട്ടുള്ള 10 സിനിമകൾ ഏതൊക്കെയാണ് എന്നാണ് ഇന്ന് നോക്കുന്നത്. IMDb റേറ്റിംഗ് എന്ന് നമ്മൾ പലപ്പോഴും കേൾക്കാറുണ്ട്. പലരും IMDb റേറ്റിംഗ് ഒക്കെ നോക്കിയിട്ടാണ് OTTയിൽ പോലും സിനിമ കാണുന്നത്. എന്താണ് IMDb റേറ്റിംഗ്? IMDb എന്നത് ഇൻ്റർനെറ്റ് മൂവി ഡേറ്റാബേസ് എന്നതിൻ്റെ ചുരുക്കെഴുത്താണ്. സിനിമയ്ക്ക് മാത്രമല്ല, ടെലിവിഷനെ സംബന്ധിക്കുന്നതുമായ കോടിക്കണക്കിന് സിനിമകളുടെയും TV ഷോയുടെയും എല്ലാം അവയുടെ കാസ്റ്റ്, ക്രൂ എല്ലാത്തിനെയും സംബന്ധിക്കുന്ന ഇൻഫർമേഷൻ സൂക്ഷിക്കുന്ന ഒരു വെബ്സൈറ്റാണ് IMDb. അമേരിക്കയിലെ സിയാറ്റിലാണ് IMDb ആസ്ഥാനം. Amazon.comൻ്റെ ഒരു സബ്സിഡറി കൂടിയാണ് IMDb റേറ്റിംഗ് ഒരു സിനിമയുടെ ഓവറോൾ റേറ്റിംഗ് ആണ്. അതിൻ്റെ ഒരു ക്വാളിറ്റി, ഒരു പോപ്പുലാരിറ്റി, അതിലേക്കൊക്കെ വിരൽ ചൂണ്ടുന്ന ഒരു റേറ്റിംഗ്. ഏത് കാണണമെന്നും പുതിയ കോണ്ടന്റിനെ കുറിച്ച് ഇൻഫോംഡ് ഡിസിഷൻസ് എടുക്കുവാൻ IMDb റേറ്റിംഗ് നമ്മളെ സഹായിക്കും. ഇന്ന് നമ്മൾ 2024 IMDbയുടെ റേറ്റിംഗിൽ മുന്നിൽ വന്നിട്ടുള്ള ആദ്യ 10 മലയാള ചലച്ചിത്രങ്ങൾ ഏതൊക്കെയാണ് എന്നാണ് പരിശോധിക്കുന്നത്. ഓർമ്മിക്കുക, IMDb റേറ്റിംഗ് യൂസർ ജനറേറ്റഡ് റിവ്യൂ, ക്രിട്ടിക്സ് അസസ്മെൻറ്റ്, അങ്ങനെ കുറേ അധികം പാരാമീറ്റേഴ്സ് വെച്ചുകൊണ്ടുള്ള ഓവറോൾ റേറ്റിംഗ് ആണ്. IMDb റേറ്റിംഗിൽ 10ാം സ്ഥാനത്ത് വരുന്ന 2024 പുറത്തിറങ്ങിയ മലയാള ചലച്ചിത്രം ഏതാണ്? ഗഗനചാരിയാണത്. ഗഗനചാരിയുടെ ഓവറോൾ റേറ്റിംഗ് 7.0 ആണ്. അരുൺ ചന്തു സംവിധാനം ചെയ്ത് ശിവസായിയും അരുൺ ചന്തുവും ചേർന്ന് എഴുതിയ ചിത്രത്തിൽ ഗോകുൽ സുരേഷ്, KB ഗണേഷ് കുമാർ, അജു വർഗീസ്, അനാർക്കലി മരക്കാർ തുടങ്ങിയവരാണ് പ്രധാന വേഷത്തിലെത്തിയത്. 2050 കേരളത്തെക്കുറിച്ചുള്ള ഒരു ഡിസ്റ്റോപ്യൻ വേർഷനായിരുന്നു ഈ ചിത്രം. ചിത്രത്തെക്കുറിച്ച് വളരെ നല്ല അഭിപ്രായമാണ് പ്രേക്ഷകരിൽ നിന്നും നിരൂപകരിൽ നിന്നും ലഭിച്ചത്. ബോക്സ് ഓഫീസിലും ചിത്രം മോശമല്ലാത്ത പ്രകടനമായിരുന്നു നടത്തിയത്. ഇനി IMDb റേറ്റിംഗിൽ 9ാം സ്ഥാനത്ത് വരുന്ന ചിത്രം ഏതാണ്? ആടുജീവിതമാണത്. 7.1 ആണ് ആടുജീവിതത്തിന് IMDb നൽകിയിരിക്കുന്ന റേറ്റിംഗ്. ബെന്യാമിൻ്റെ നോവലിനെ അധീകരിച്ച് ബ്ലസ്സി തിരക്കഥ എഴുതി അദ്ദേഹം തന്നെ സംവിധാനം ചെയ്ത ആടുജീവിതം പൃഥ്വിരാജിൻ്റെ അഭിനയ ജീവിതത്തിലെ ഒരു നാഴികക്കല്ല് തന്നെയായിരുന്നു. ഒട്ടേറെ പ്രത്യേകതകളുള്ള ഒരു ചിത്രമായിരുന്നു ആടുജീവിതം. അതിലെടുത്തു പറയേണ്ടത് AR റഹ്മാൻ്റെ സംഗീതം ആയിരുന്നു. എല്ലാ ഭാഗത്തു നിന്നും വളരെ പോസിറ്റീവായ റിവ്യൂസ് വന്ന ആടുജീവിതത്തിൻ്റെ ബജറ്റ് 82 കോടിയായിരുന്നു. എങ്കിൽ ബോക്സ് ഓഫീസിലെ കളക്ഷൻ 160 കോടിയായിരുന്നു. ഇനി IMDb റേറ്റിംഗിൽ 8ാം സ്ഥാനത്ത് വരുന്ന ചിത്രം ഏതാണ്? രസകരം എന്താണെന്ന് വെച്ചാൽ 8ാം സ്ഥാനത്ത് 3 മലയാള ചലച്ചിത്രങ്ങൾ വരുന്നുണ്ട്. ഈ 3 ചിത്രങ്ങളുടെയും IMDb റേറ്റിംഗ് 7.2 ആണ്. അതിലൊന്ന് ടൊവിനോ തോമസ് നായകനായി സുജിത്ത് നമ്പ്യാർ എഴുതി ജിത്തിൻ ലാൽ സംവിധാനം ചെയ്ത ARM അജയൻ്റെ 2ാം മോഷണമാണ്. 2Dയിൽ എടുത്ത് 3Dയിലേക്ക് കൺവേർട്ട് ചെയ്ത ചിത്രത്തിൽ കൃതി ഷെട്ടിയും ബേസിൽ ജോസഫും സുരഭി ലക്ഷ്മിയും ഐശ്വര്യ രാജേഷും എല്ലാം അടങ്ങുന്ന വലിയ ഒരു താരനിര തന്നെ ഉണ്ടായിരുന്നു. ടോവിനോ 3 വേഷങ്ങളിൽ വന്ന ചിത്രത്തിൽ ടോവിനോയുടെ മണിയൻ എന്ന വേഷം പ്രത്യേകം ശ്രദ്ധിക്കപ്പെട്ടു. അതേപോലെ സുരഭി ലക്ഷ്മിയുടെ കഥാപാത്രവും ശ്രദ്ധിക്കപ്പെട്ടു. നിറയെ പോസിറ്റീവ് റിവ്യൂസ് കിട്ടിയ ചിത്രത്തിന് 30 കോടിയായിരുന്നു ചിത്രത്തിൻ്റെ ബജറ്റ് എങ്കിൽ ചിത്രം 106 കോടിയോളം രൂപ കളക്ട് ചെയ്തു എന്നാണ് അറിയുവാൻ കഴിയുന്നത്. ഇനി IMDb റേറ്റിംഗിൽ 8ാം സ്ഥാനത്ത് വരുന്ന മറ്റൊരു ചിത്രം തലവനാണ്. IMDb റേറ്റിംഗ് 7.2 തന്നെയാണ് ഈ ചിത്രത്തിനും കിട്ടിയിരിക്കുന്നത്. ജിസ് ജോയ് സംവിധാനം ചെയ്ത ഈ ചിത്രത്തിൻ്റെ തിരക്കഥ എഴുതിയിരിക്കുന്നത് ആനന്ദ് തേവർകാട്ടും ശരത് പെരുമ്പാവൂരും ചേർന്നാണ്. ബിജു മേനോനും ആസിഫ് അലിയും പ്രധാന വേഷത്തിൽ വന്ന ചിത്രത്തിൽ 2 പേരുടെയും പ്രകടനം മത്സര പ്രകടനമായിരുന്നു എന്ന് തന്നെ പറയാം. ഒന്നിനൊന്നും മെച്ചവുമായിരുന്നു. മേയും അനുശ്രീയും ദിലീഷ് പോത്തനും കോട്ടയം നസീറും എല്ലാം ചിത്രത്തിൻ്റെ താരനിരയിൽ ഉണ്ടായിരുന്നു. വളരെ നല്ല അഭിപ്രായമാണ് തലവനെക്കുറിച്ച് പ്രേക്ഷകർക്കിടയിൽ ഉണ്ടായത്. ഒരു വെൽ ക്രാഫ്റ്റഡ്
ഇൻവെസ്റ്റിഗേറ്റീവ് ത്രില്ലർ എന്നായിരുന്നു പൊതുവെയുള്ള അഭിപ്രായം. ചിത്രം ബോക്സ് ഓഫീസിലും തെറ്റില്ലാത്ത പ്രകടനമാണ് കാഴ്ചവെച്ചത്. ഇനി IMDb റേറ്റിംഗിൽ 8ാം സ്ഥാനത്ത് വരുന്ന മൂന്നാമത്തെ ചിത്രം ഗോളമാണ്. റേറ്റിംഗ് 7.2 തന്നെ. ഒരു ഇൻവെസ്റ്റിഗേറ്റീവ് ക്രൈം ത്രില്ലർ ജോണറിൽ വന്ന ചിത്രം ഒരു ആവറേജ് ഹിറ്റായിരുന്നു, എന്നാൽ നല്ല അഭിപ്രായവും ഉണ്ടാക്കി. പ്രവീൺ വിശ്വനാഥും സംജാതും ചേർന്ന് എഴുതിയ കഥ. സംജാത് തന്നെയാണ് സംവിധാനം ചെയ്തത്. രഞ്ജിത്ത് സജീവ് നായക വേഷത്തിലെത്തിയ ചിത്രത്തിൽ സണ്ണി വെയിനും ദിലീഷ് പോത്തനും കൂടെ അഭിനയിച്ചിരുന്നു. കോൺസെപ്റ്റിലും സ്ക്രീൻ പ്ലേയിലും ഇംപ്രസീവ് എന്നായിരുന്നു ചിത്രത്തെക്കുറിച്ച് നിരൂപകരുടെ അഭിപ്രായം. ബോക്സ് ഓഫീസിൽ നിർമ്മാതാക്കൾക്ക് ചിത്രം സാമ്പത്തിക നഷ്ടം വരുത്തിയില്ല എന്നാണ് അറിയുവാൻ കഴിയുന്നത്. ഇനി IMDb റേറ്റിംഗിൽ 7ാം സ്ഥാനത്ത് വരുന്നത് ഏത് ചിത്രമാണ് എന്ന് നോക്കാം. 7ാം സ്ഥാനത്ത് വരുന്നതും 2 ചിത്രങ്ങളാണ്. 2 ചിത്രങ്ങളുടെയും IMDb റേറ്റിംഗ് 7.3 ആണ്. ഈ റേറ്റിംഗിൽ വന്നിരിക്കുന്ന ആദ്യ ചിത്രം റൈഫിൾ ക്ലബ്ബാണ്. ഡിസംബർ 19-നാണ് ഈ ചിത്രം റിലീസ് ചെയ്തത്. ശ്യാം പുഷ്കരൻ, ദിലീഷ് കരുണാകരൻ, സുഹാസ് ഇവർ 3 പേരും ചേർന്ന് സ്ക്രീൻ പ്ലേ എഴുതി ആഷിഖ് അബു സംവിധാനം ചെയ്ത ചിത്രത്തിൽ ഒരു വലിയ താരനിര തന്നെയുണ്ട്. ദിലീഷ് പോത്തനും വിജയരാഘവനും സുരഭി ലക്ഷ്മിയും ദർശന രാജേന്ദ്രനും സുരേഷ് കൃഷ്ണയും വിനീത് കുമാറും ഒക്കെയുള്ള ചിത്രത്തിൻ്റെ സർപ്രൈസ് അനുരാഗ് കശ്യപും ഹനുമാൻ കൈൻഡ് എന്ന സൂരജ് ചെറുകാട്ടുമാണ്. നിരൂപകരും മറ്റും വളരെ നല്ല അഭിപ്രായമാണ് ഈ ചിത്രത്തെക്കുറിച്ച് പറഞ്ഞത്. ഒരേ ഒരു ദിവസം കൊണ്ട് തന്നെ സംഭവിക്കുന്ന കാര്യങ്ങളായതുകൊണ്ട് കഥാപാത്രങ്ങളെക്കുറിച്ച് വലുതായി ഒന്നും അറിയുവാൻ കഴിയുന്നില്ലെങ്കിലും അവരെയെല്ലാം ഓർമ്മിക്കത്തക്കവണ്ണം വരച്ച് കാണിക്കുന്നുണ്ട് സിനിമ. ബോക്സ് ഓഫീസ് കളക്ഷനെ കുറിച്ചൊക്കെ ഇനിയും അറിയാൻ ഇരിക്കുന്നതേ ഉള്ളൂ. IMDb റേറ്റിംഗിൽ ഇനി 7ാം സ്ഥാനത്ത് വരുന്ന രണ്ടാമത്തെ ചിത്രം വിപിൻ ദാസ് എഴുതി ആനന്ദ് മേനോൻ സംവിധാനം ചെയ്ത വാഴയാണ്. IMDb റേറ്റിംഗ് 7.3 ആണ് ഈ ഒരു ചിത്രത്തിൻ്റെയും. ഒരു കോമഡി ഡ്രാമയായി വന്ന വാഴയിൽ ജഗദീഷും കോട്ടയം നസീറും അസീസ് നെടുമങ്ങാടിനോടും ഒപ്പം സിജു സണ്ണി, അമിത് മോഹൻ, അനുരാജ്, ജോമോൻ ജ്യോതിർ തുടങ്ങിയവരും താരങ്ങളായി. കഥ, സംവിധാനം, സംഭാഷണങ്ങൾ എല്ലാത്തിലും മികച്ചു നിന്ന സിനിമയ്ക്ക് പോസിറ്റീവ് റിവ്യൂസും ഒപ്പം നിരൂപക പ്രശംസയും എല്ലാം പിടിച്ചു പറ്റുവാനായി. 4 കോടിയായിരുന്നു സിനിമയുടെ ബജറ്റ് എന്നാണ് അറിയുന്നത്. ചിത്രം ഏകദേശം 40 കോടിയോളം കളക്ട് ചെയ്തു എന്നാണ് ഇപ്പോൾ മാധ്യമങ്ങൾ പറയുന്നത്. ഇനി IMDb റേറ്റിംഗിൽ 6ാം സ്ഥാനത്ത് വരുന്നത് ഏത് ചിത്രമാണ്? 2 മലയാള ചലച്ചിത്രങ്ങളാണ് ഇവിടെ വരുന്നത്. ഒരു ചിത്രം ഹലോ മമ്മിയാണ്. IMDb റേറ്റിംഗ് 7.4 ആണ്. സാൻജോ ജോസഫ് എഴുതി വൈശാഖ് എലാൻസ് സംവിധാനം ചെയ്ത ഒരു ഹൊറർ കോമഡി എന്ന് അവകാശപ്പെടുന്ന ചിത്രമായിരുന്നു ഹലോ മമ്മി. വൈശാഖ് എലാൻസിൻ്റെ ഡെബ്യൂ ചിത്രം കൂടിയായിരുന്നു ഹലോ മമ്മി. ഷറഫുദ്ദീൻ, ഐശ്വര്യ ലക്ഷ്മി, ജഗദീഷ്, ജോണി ആൻ്റണി ഇവരൊക്കെയായിരുന്നു ചിത്രത്തിലെ താരങ്ങൾ. ചിത്രത്തെപ്പറ്റി കൂടുതലും മിക്സഡ് റിവ്യൂസ് ആയിരുന്നു വന്നിരുന്നത്. ഹൊറർ കോമഡി എന്നൊക്കെ പറഞ്ഞിരുന്നുവെങ്കിലും സ്ക്രിപ്റ്റിൻ്റെ പോരായ്മകൾ കൊണ്ടോ എന്തോ കോമഡി ഒന്നും വേണ്ടത്ര വർക്കൗട്ട് ആയില്ല എന്നും അഭിപ്രായപ്പെട്ടവരുണ്ട്. എന്നിരുന്നാലും ഒരു പുതുമുഖ സംവിധായകൻ്റെ സംരംഭം എന്നതുകൊണ്ട് തന്നെ ചിത്രം ഇഷ്ടപ്പെട്ടവരുമുണ്ട്. ബോക്സ് ഓഫീസിൽ മോഡസ്റ്റായ ഒരു പ്രകടനമായിരുന്നു ഹലോ മമ്മിയുടേത്. IMDb റേറ്റിംഗിൽ 6ാം സ്ഥാനത്ത് വരുന്നത് 2 മലയാള ചലച്ചിത്രങ്ങളാണ് എന്ന് ഞാൻ പറഞ്ഞു. അതിൽ അടുത്തത് അന്വേഷിപ്പിൻ കണ്ടെത്തുമാണ്. ടൊവിനോ തോമസ് നായകനായി എത്തിയ ചിത്രം. ജിനു വി തോമസ് എഴുതി ഡാർവിൻ കുര്യാക്കോസ് ആണ് സംവിധാനം ചെയ്തത്. കൂടെ സിദ്ദിഖും ഷമ്മി തിലകനും സാദിഖും എല്ലാം ഉണ്ടായിരുന്നു. ഒരു അന്വേഷണാത്മക ത്രില്ലർ വിഭാഗത്തിൽപ്പെടുത്താവുന്ന സിനിമയ്ക്ക് നല്ല സിനിമ എന്ന പേര് പെട്ടെന്ന് തന്നെ നേടിയെടുക്കുവാനായി. നിരൂപക പ്രേക്ഷക പ്രശംസ പിടിച്ചു പറ്റിയ ചിത്രത്തിൻ്റെ ബോക്സ് ഓഫീസ് കളക്ഷനും ഒട്ടും മോശമായിരുന്നില്ല. 8 കോടി ബജറ്റിട്ട ചിത്രത്തിന് 40 കോടി കളക്ട് ചെയ്യുവാനായി എന്നാണ് ഇൻഡസ്ട്രി വൃത്തങ്ങൾ സൂചിപ്പിക്കുന്നത്. ഇനി IMDb റേറ്റിംഗിൽ 5ാം സ്ഥാനത്ത് വരുന്നത് ഒരേ ഒരു മലയാള ചലച്ചിത്രം മാത്രമാണ്. ഉള്ളൊഴുക്ക് ആണ് ആ സിനിമ. 7.6 ആണ് IMDb റേറ്റിംഗ്. ക്രിസ്റ്റോ ടോമി എഴുതി സംവിധാനം ചെയ്ത ചിത്രത്തിലെ പ്രധാന കഥാപാത്രങ്ങളായി വന്നത് ഉർവശിയും പാർവതി തിരുവോത്തുമായിരുന്നു. സംവിധാനത്തിനും ഉർവശിയുടെയും പാർവതിയുടെയും അഭിനയ മികവിനും വലിയ പ്രശംസ പിടിച്ചുപറ്റിയ ഒരു ചിത്രമായിരുന്നു ഉള്ളൊഴുക്ക്. ഉർവശിക്ക് നല്ല നടിക്കുള്ള സംസ്ഥാന അവാർഡ് ഉൾപ്പെടെ 3 സംസ്ഥാന അവാർഡും ചിത്രത്തിന് ലഭിച്ചു. മൊത്തത്തിൽ ഉള്ളൊഴുക്ക് പ്രേക്ഷകരുടെ ഉള്ളുലച്ച ഒരു ചിത്രമായിരുന്നു. ബോക്സ് ഓഫീസിൽ ചിത്രം വലിയ ചലനം ഉണ്ടാക്കിയില്ലെങ്കിലും പ്രേക്ഷകർക്കിടയിലും നിരൂപകർക്കിടയിലും ചിത്രം നല്ല ചലനം ഉണ്ടാക്കിയിരുന്നു. കലാമൂല്യവും കഥാമൂല്യവുമുള്ള ഏറ്റവും നല്ല 2024 മലയാള സിനിമ ഉള്ളൊഴുക്ക് തന്നെയായിരുന്നു എന്ന് നിസ്സംശയം പറയാം. ഇനി IMDb റേറ്റിംഗിൽ 4ാം സ്ഥാനത്ത് വരുന്നത് 3 മലയാള ചിത്രങ്ങളാണ്. 7.8 ആണ് ഈ 3 ചിത്രങ്ങളുടെയും IMDb റേറ്റിംഗ്. ഇതിൽ ആദ്യത്തെ ചിത്രം ആവേശമാണ്. ജിത്തു മാധവൻ എഴുതി സംവിധാനം ചെയ്ത ഈ സിനിമയിൽ ഫഹദ് ഫാസിൽ എന്ന നടൻ്റെ അഴിഞ്ഞാട്ടമാണ് പ്രേക്ഷകർ കണ്ടത്. ആക്ഷൻ കോമഡി ജോണറിൽ വന്ന ചിത്രത്തിന് ഇന്ത്യ ഒട്ടാകെ വലിയ ആവേശമുണ്ടാക്കാൻ കഴിഞ്ഞു. സിനിമയ്ക്ക് ലഭിച്ച ക്രിട്ടിക്കൽ റെസ്പോൺസും വളരെ പോസിറ്റീവായിരുന്നു. ബോക്സ് ഓഫീസിൽ ചിത്രം നിർമ്മാതാക്കളുടെ കീശ വീർപ്പിച്ചു. ചിത്രത്തിൻ്റെ വേൾഡ് വൈഡ് ഗ്രോസ് 155 കോടിയായിരുന്നു. IMDb റേറ്റിംഗിൽ 4ാം സ്ഥാനത്ത് വരുന്ന രണ്ടാമത്തെ ചിത്രം
ഭ്രമയുഗമാണ്. ഒരു പീരീഡ് ഹൊറർ ത്രില്ലറായി വന്ന ഭ്രമയുഗം തിയേറ്ററിൽ പ്രദർശിപ്പിച്ചത് ബ്ലാക്ക് ആൻഡ് വൈറ്റിലായിരുന്നു. രാഹുൽ സദാശിവൻ എഴുതി അദ്ദേഹം തന്നെ സംവിധാനം ചെയ്ത ചിത്രത്തിൽ മമ്മൂട്ടിയുടെ നടന വൈഭവം മലയാളികൾക്ക് വീണ്ടും കാണുവാൻ സാധിച്ചു. മമ്മൂട്ടിയോടൊപ്പം അർജുൻ അശോകനും സിദ്ധാർത്ഥ് ഭരതനും നല്ല പ്രകടനമാണ് കാഴ്ചവെച്ചത്. പ്രേക്ഷകരുടെയും നിരൂപകരുടെയും വലിയ തോതിലുള്ള പ്രശംസ ഈ ചിത്രത്തിന് കിട്ടുകയും ചെയ്തു. ബോക്സ് ഓഫീസിലും ചിത്രത്തിൻ്റെ പ്രകടനം വളരെ മികച്ചതായിരുന്നു. 85 കോടി രൂപയായിരുന്നു ചിത്രത്തിൻ്റെ ഗ്രോസ് കളക്ഷൻ. IMDb റേറ്റിംഗിൽ 4-ാം സ്ഥാനത്ത് വരുന്ന മൂന്നാമത്തെ ചിത്രം അത് പ്രേമലു ആണ്. 7.8 തന്നെയാണ് ഈ ചിത്രത്തിൻ്റെയും IMDb റേറ്റിംഗ്. ഒരു റൊമാൻറ്റിക് കോമഡി ചിത്രമായിരുന്നു പ്രേമലു. ഗിരീഷ് ഏടിയും കിരൺ ജോഷിയും ചേർന്ന് എഴുതിയ കഥയുടെ ചലച്ചിത്ര സാക്ഷാത്കാരം നിർവഹിച്ചത് ഗിരീഷ് ഏടി തന്നെയാണ്. നസ്ലൻ, മമിത ബിജു, സംഗീത് പ്രതാപ്, അഖില ഭാർഗവൻ, ശ്യാം മോഹൻ തുടങ്ങിയ അധികം പ്രശസ്തരല്ലാത്ത താരങ്ങളെ വെച്ച് അവതരിപ്പിച്ച ഈ സിനിമയ്ക്ക് കിട്ടിയതും വലിയ പോസിറ്റീവ് റെസ്പോൺസ് ആയിരുന്നു. പ്രത്യേകിച്ചും അഭിനയം, സ്ക്രിപ്റ്റ്, സംഭാഷണം, സംവിധാനം ഈ കാര്യത്തിലൊക്കെ. ബോക്സ് ഓഫീസിലാണെങ്കിലും പ്രേമലു 136 കോടി വേൾഡ് വൈഡ് കളക്ട് ചെയ്തു. IMDb റേറ്റിംഗിൽ 3-ാം സ്ഥാനത്ത് വരുന്നതും 3 മലയാള ചലച്ചിത്രങ്ങളാണ്. 8.1 ആണ് ഈ 3 സിനിമകളുടെയും റേറ്റിംഗ്. ഈ 3 ചിത്രങ്ങളിൽ ഒന്ന് കിഷ്കിന്ദ കാണ്ഡമാണ്. ബാഹുൽ രമേശ് എഴുതി ദിൻജിത്ത് അയ്യത്താൻ സംവിധാനം ചെയ്ത മിസ്റ്ററി ത്രില്ലറായ കിഷ്കിന്ദ കാണ്ഡം എല്ലാ നിലയിലും വളരെയേറെ ശ്രദ്ധിക്കപ്പെട്ട ഒരു ചിത്രമായിരുന്നു. ആസിഫ് അലിയുടെയും വിജയരാഘവൻ്റെയും അഭിനയം, ബാഹുൽ രമേശിൻ്റെ തിരക്കഥ, ദിൻജിത്ത് അയ്യത്താൻ്റെ സംവിധാനം ഇതെല്ലാം വളരെയേറെ ചർച്ച ചെയ്യപ്പെട്ടു. ഒരു സൈക്കോളജിക്കൽ ഡ്രാമയായിരുന്ന ചിത്രത്തിന് 75 കോടിയിലധികം കളക്ട് ചെയ്യുവാനുമായി. IMDb റേറ്റിംഗിൽ 3-ാം സ്ഥാനത്ത് വരുന്ന മറ്റൊരു ചിത്രം സൂക്ഷ്മദർശിനിയാണ്. 8.1 തന്നെയാണ് ഈ ചിത്രത്തിൻ്റെയും റേറ്റിംഗ്. ലിബിൻ TVയും അതുലും ചേർന്ന് എഴുതിയ MC ജിതിൻ സംവിധാനം ചെയ്ത സൂക്ഷ്മദർശിനി ഒരു കോമഡി ക്രൈം ത്രില്ലർ ആയിരുന്നു. പോലീസിൻ്റെ ഇടപെടലില്ലാതെ എങ്ങനെ ഒരു ക്രൈം വെളിച്ചത്ത് കൊണ്ടുവരുന്നു എന്നതാണ് ചിത്രത്തിൻ്റെ പ്രമേയം. നസ്രിയയും ബേസിൽ ജോസഫും നന്നായി അഭിനയിച്ച ചിത്രത്തിന് വലിയ പോസിറ്റീവ് റിവ്യൂസാണ് കിട്ടിയത്. ബോക്സ് ഓഫീസിലും ചിത്രത്തിന് നല്ല റെസ്പോൺസ് കിട്ടി. 44 കോടിയിലധികമാണ് സിനിമയുടെ വേൾഡ് വൈഡ് ഗ്രോസ്. IMDb റേറ്റിംഗിൽ 3-ാം സ്ഥാനത്ത് വരുന്ന മറ്റൊരു ചിത്രം ആട്ടമാണ്. ആനന്ദ് ഏഗർഷി കഥ എഴുതി സംവിധാനം ചെയ്ത ചിത്രത്തിൽ പ്രധാന വേഷങ്ങളിലെത്തിയത് വിനയ് ഫോർട്ടും സരിൻ ഷിഹാബും കലാഭവൻ ഷാജോണുമായിരുന്നു. ചിത്രം പ്രേക്ഷകരുടെ ഇടയിലും നിരൂപകരുടെ ഇടയിലും വലിയ ചർച്ച ആയെങ്കിലും ബോക്സ് ഓഫീസിൽ നന്നായി പോയി എന്ന് തോന്നുന്നില്ല. എന്നാൽ ചിത്രത്തിന് 3 ദേശീയ ചലച്ചിത്ര അവാർഡുകളാണ് ലഭിച്ചത്. ഏറ്റവും നല്ല ചിത്രം, ഏറ്റവും നല്ല എഡിറ്റിംഗ്, ഏറ്റവും നല്ല തിരക്കഥ, വേറെയും പുരസ്കാരങ്ങൾ ചിത്രത്തെ തേടി വരികയും ചെയ്തു. IMDb റേറ്റിംഗിൽ 2-ാം സ്ഥാനത്ത് വരുന്നത് ഒരേ ഒരു ചിത്രം മാത്രമാണ്. അത് മഞ്ഞുമ്മൽ ബോയ്സ് ആണ്. IMDb റേറ്റിംഗ് മഞ്ഞുമ്മൽ ബോയ്സിൻ്റേത് 8.2 ആണ്. ചിദംബരം കഥ എഴുതി സംവിധാനം ചെയ്ത മഞ്ഞുമ്മൽ ബോയ്സിൽ സൗബിൻ ഷാഹിർ, ശ്രീനാഥ് ഭാസി, ബാലു വർഗീസ്, ഗണപതി തുടങ്ങിയവരായിരുന്നു പ്രധാന വേഷത്തിലെത്തിയത്. കേരളത്തിൽ മാത്രമല്ല കേരളത്തിന് പുറത്തും മഞ്ഞുമ്മൽ ബോയ്സ് ഒരു തരംഗം തന്നെ സൃഷ്ടിച്ചു. ഒരു സർവൈവൽ ത്രില്ലർ ജോണറിൽ വന്ന ഈ സിനിമയ്ക്ക് കിട്ടിയതുപോലെ ഒരു പോസിറ്റീവ് റെസ്പോൺസ് അടുത്തൊന്നും ഒരു മലയാള ചലച്ചിത്രത്തിനും കിട്ടിയിട്ടില്ല. ബോക്സ് ഓഫീസിൽ മഞ്ഞുമ്മൽ ബോയ്സിൻ്റെ കളക്ഷൻ 200 കോടിക്ക് മുകളിൽ ആയിരുന്നു എന്നാണ് പറയപ്പെടുന്നത്. കളക്ഷനോടൊപ്പം ഇൻകം ടാക്സ് വിവാദങ്ങളും ഒപ്പം എത്തിയതായിരുന്നു മഞ്ഞുമ്മൽ ബോയ്സിൻ്റെ മറ്റൊരു വിശേഷം. ഇനി IMDb റേറ്റിംഗിൽ 1-ാം സ്ഥാനത്ത് വരുന്നത് ഏത് ചിത്രമാണ് എന്നറിയുവാൻ നിങ്ങൾ ആകാംക്ഷരായിരിക്കും. 2ാമത്തെ ചിത്രത്തെക്കാൾ 3 പോയിൻ്റ് മുകളിൽ കയറി 8.5 IMDb റേറ്റിംഗോടുകൂടി 1-ാം സ്ഥാനത്ത് വന്നിരിക്കുന്നത് മാർക്കോയാണ്. ഹനീഫ് അദേനി എഴുതി സംവിധാനം ചെയ്ത ചിത്രം ഒരു വയലൻ്റ് ആക്ഷൻ മൂവിയാണ്. ഇന്ത്യൻ സിനിമയിൽ ഇതുവരെ കാണാത്ത രീതിയിലുള്ള വയലൻസ് ആണ് ചിത്രത്തിൽ ഉടനീളം. ഉണ്ണി മുകുന്ദൻ്റെ ഇതുവരെ കാണാത്ത ഒരു ആക്ഷൻ മുഖം കൂടിയാണ് ചിത്രം കാട്ടിത്തരുന്നത്. ഈ ചിത്രത്തോടുകൂടി ഉണ്ണി മുകുന്ദൻ സൂപ്പർ സ്റ്റാർ ആയി എന്നാണ് അദ്ദേഹത്തിൻ്റെ ആരാധകരും പ്രേക്ഷകരും ഒരേ സ്വരത്തിൽ പറയുന്നത്. സിദ്ദിഖിൻ്റെയും ജഗദീഷിൻ്റെയും അഭിമന്യുവിൻ്റെയും എല്ലാം തകർപ്പൻ അഭിനയം കൂടിയാണ് ചിത്രത്തിൽ പ്രേക്ഷകർ കണ്ടത്. വയലൻസ് കൂടിപ്പോയി എന്നതുകൊണ്ട് തന്നെ സമ്മിശ്ര പ്രതികരണങ്ങളാണ് വരുന്നത്. എന്നിരുന്നാലും റിലീസ് ചെയ്ത എല്ലാ കേന്ദ്രങ്ങളിലും ചിത്രം ഇപ്പോഴും ഹൗസ്ഫുൾ ആയിട്ടാണ് ഓടുന്നത്. 20-ാം തീയതി റിലീസ് ചെയ്ത ചിത്രത്തിന് 30 കോടിയായിരുന്നു ബജറ്റ് എങ്കിൽ ഇപ്പോൾ തന്നെ 50 കോടിയിലധികം തന്നെ വേൾഡ് വൈഡ് കളക്ട് ചെയ്യുവാൻ ഈ ചിത്രത്തിന് ആയിട്ടുണ്ട്. ഇത്രയും ചിത്രങ്ങളാണ് ഈ 2024 IMDb റേറ്റിംഗിൽ വന്നിട്ടുള്ള ചിത്രങ്ങൾ. ഈ വീഡിയോയ്ക്ക് ഒരു 500 ലൈക്ക് ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട്. ദയവായി എല്ലാവരും ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ കമൻറ്റും അതുപോലെ തന്നെ നിങ്ങളുടെ സബ്സ്ക്രിപ്ഷനും ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുന്നുണ്ട്. എല്ലാവർക്കും നല്ലൊരു പുതുവത്സരവും സമ്പൽ സമൃദ്ധവും ഐശ്വര്യ സമ്പൂർണവുമായ 2025 ആശംസിക്കുകയാണ്. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. നന്ദി, നമസ്കാരം.